ഈ നിലമ്പൂരിലെ പരിശോധനയിൽ കോൺഗ്രസ് നേതാക്കൾ അടിയന്തരമായി യോഗം ചേരുന്നുവെന്നാണ് വി ഡി സതീഷ്, സണ്ണി ജോസഫ്, വർക്കിംഗ് പ്രസിഡന്റുമാരായ പി.സി. വിഷ്ണുനാഥ്, എ.പി. അനിൽകുമാർ എന്നിവരൊക്കെ ഈ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ഇംതിയാസ് കരി വിവരങ്ങളുമായിട്ടുണ്ട്. ഇംതിയാസ്, ഗുഡ് മോർണിംഗ്. ഇതിപ്പം മണ്ഡലത്തിൽ ഈ ഒരു വിഷയം, ഈ ഒരു പെട്ടി വിവാദം സജീവമായി ചർച്ചാ വിഷയമാക്കി നിർത്തണം വരും ദിവസങ്ങളിൽ എന്നാണോ കോൺഗ്രസ് ഉദ്ദേശിക്കുന്നത്? ആര്യ, ദിവിഷ് മണി, ഗുഡ് മോർണിംഗ്. ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ നിലമ്പൂരിൽ ഇപ്പോൾ ഒരു പെട്ടി വിവാദം കൂടി അവസാന ലാപ്പ് പ്രചാരണത്തിലേക്ക് എത്തുമ്പോൾ ഇതൊരു പെട്ടി വിവാദത്തിലേക്ക് കാര്യങ്ങൾ മാറി മറിയുകയാണ്. എന്നാൽ ഇതൊരു വലിയ പ്രചാരണ വിഷയമാക്കി അതല്ലെങ്കിൽ ഈ വിഷയവുമായി മുന്നോട്ട് പോകാൻ ഒരു പക്ഷേ വലിയ രീതിയിൽ ഇവർ ആഗ്രഹിക്കുന്നില്ല എന്നതുമാണ്. എന്നാൽ ഈ വിവാദം പൊട്ടിപ്പുറപ്പെട്ടതോടുകൂടി ഇപ്പോൾ നിലമ്പൂരിലെ ഒരു സ്വകാര്യ ഹോട്ടലിന്റെ മുൻവശത്താണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. അവിടെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ, സണ്ണി ജോസഫ്, അതുപോലെ തന്നെ എ.പി. അനിൽകുമാർ തുടങ്ങിയ നേതാക്കളെല്ലാം ഇതുമായി ബന്ധപ്പെട്ട ഒരു കൂടിക്കാഴ്ച ഇപ്പോൾ നടത്തുന്നുണ്ട്. അടിയന്തര യോഗമായിരുന്നു. അതിലിപ്പോൾ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അല്പം മുൻപ് ഇവിടെ നിന്ന് അല്പനേരം ഇവിടെ ഇരുന്ന് പുറത്തേക്ക് പോവുകയും ചെയ്തു. അതായത് ഇതൊരു വലിയ വിവാദമായി കഴിഞ്ഞതോടെ ഇനി എങ്ങനെയാണ് നിലമ്പൂരിൽ ഇതുമായി മുന്നോട്ട് പോകേണ്ടത്, എങ്ങനെയൊക്കെ തുടർ നീക്കങ്ങൾ നടത്തണം എന്നതായിരിക്കാം ചർച്ച എന്നാണ് കരുതുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ വിവാദം വരുന്ന സമയത്ത് ഒരുപക്ഷെ പാലക്കാടിന് സമാനമാണെന്നൊന്നും ഒരിക്കലും നമുക്ക് പറയാൻ കഴിയില്ല. കാരണം ഇതിലിപ്പോൾ ഈ പി കെ ഫിറോസും അതുപോലെ തന്നെ ഇതിലുണ്ടായിരുന്ന ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടത്തിനും വരുന്ന സമയത്ത് ഈ വടപുറം പാലം കഴിഞ്ഞിട്ടുള്ള ഭാഗമാണിത്. അവിടെ സ്വാഭാവികമായി എല്ലാ കാലത്തും എപ്പോഴും ഒരു പരിശോധന ഉണ്ടാവുന്ന സമയമാണ്. അപ്പോഴാണ് ഈ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ കുറെ കൂടെ പരിശോധന നല്ല രീതിയിൽ നടക്കുന്നുമുണ്ട്. നേരത്തെയൊക്കെ ഈ CPM നേതാക്കളൊക്കെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരുപക്ഷെ മാധ്യമങ്ങളുടെ വാഹനങ്ങൾ പോലും ഒരു ഘട്ടത്തിലൊക്കെ പരിശോധിക്കുന്ന സാഹചര്യങ്ങളൊക്കെ അവിടെ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ഇത് രാത്രി വരുന്ന സമയത്ത് അവരെല്ലാം വിവരങ്ങൾ നൽകിയത് പറഞ്ഞതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. തെരഞ്ഞെടുപ്പാകുമ്പോഴുള്ള പരിശോധനയ്ക്കപ്പുറം ആ സ്ഥലത്ത് എപ്പോഴും പരിശോധന ഉണ്ടാകാറുണ്ട്. അവിടെ ജനപ്രതിനിധിയെന്നോ മാധ്യമ പ്രവർത്തകരെന്നോ ആർക്കും ഒരു പ്രത്യേക റൈറ്റ് ഒന്നുമില്ല, പ്രിവിലേജ് ഇല്ല. എല്ലാവരെയും പരിശോധിക്കും. അവിടെ പരിശോധന നടന്നപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന്റെ സംസാരം, പെരുമാറ്റം, പ്രത്യേകിച്ച് പോലീസുകാരോടുള്ള ആ സംസാര ഭാഷ, അതൊക്കെ അതിര് കടന്നു എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഒരു ജനപ്രതിനിധി ഇങ്ങനെയാണോ സംസാരിക്കേണ്ടത്? ഒരു തന്നെ ഏൽപ്പിച്ചൊരു ചുമതല നിർവഹിക്കുന്ന ഉദ്യോഗസ്ഥനോട്, പോലീസ് ഉദ്യോഗസ്ഥനോട്, ഡ്യൂട്ടിയിലുള്ള പോലീസുകാരനോട് ഇങ്ങനെയാണ് ഒരു ജനപ്രതിനിധി, ഒരു MLA സംസാരിക്കേണ്ടത്.